നമസ്കാരം. ഈ മണിക്കൂറത്തെ ഏറ്റവും പ്രധാന വാർത്ത എന്താണെന്ന് നോക്കാം. പിറവം പള്ളിത്തർക്ക കേസ് മൂന്നാം തവണയും ഡിവിഷൻ ബെഞ്ച് പിന്മാറി. അഴീക്കോട് തെരഞ്ഞെടുപ്പ് നികേഷ് കുമാറിന്റെ ഹർജിയിൽ KM ഷാജിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. വിശദമായ വാർത്തകളിലേക്ക്. പിറവം പള്ളിത്തർക്ക കേസ് കേൾക്കുന്നതിൽ നിന്ന് മൂന്നാം തവണയും ഡിവിഷൻ ബെഞ്ച് പിന്മാറി. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം, ജസ്റ്റിസ് TV അനിൽകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പിന്മാറിയത്. പിന്മാറ്റത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചും ജസ്റ്റിസ് ചിദംബരേഷ് അടങ്ങിയ ബെഞ്ചും പിന്മാറിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വക്കീലായിരിക്കെ സഭാതർക്കം സംബന്ധിച്ച കേസിൽ യാക്കോബായ സഭയ്ക്കായി ഹാജരായിട്ടുണ്ടെന്ന തടസ്സമുന്നയിച്ച് 5 വിശ്വാസികൾ കക്ഷി ചേരാനെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യ ബെഞ്ചിന്റെ പിന്മാറ്റം. പള്ളിത്തർക്ക കേസിൽ കക്ഷി ചേരാനെത്തിയ കാട്ടാച്ചിറയിലെ യാക്കോബ സഭ വിശ്വാസിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്മാറണമെന്ന ആവശ്യം കോടതിയെ അറിയിച്ചത്. ജസ്റ്റിസ് ചിദംബരേഷ് യാക്കോബായ വിഭാഗത്തിന് വേണ്ടി നേരത്തെ ഹാജരായതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ പിന്മാറ്റം. യാക്കോബായ വിഭാഗം അഭിഭാഷകനായിരുന്നു ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ജഡ്ജിമാരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും മോശം പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. മറ്റൊരു പ്രധാന വാർത്ത, അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ നികേഷ് കുമാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നികേഷ് നൽകിയ ഹർജിയിലാണ് KM ഷാജി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഷാജി നേരത്തെ നൽകിയ ഹർജിക്കൊപ്പം നികേഷിന്റെ ഹർജിയും കേൾക്കാമെന്ന് ജസ്റ്റിസ് AK സിക്രി വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ വർഗീയ പ്രചരണം നടത്തിയെന്നാരോപിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MV നികേഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് ഷാജിക്കെതിരെ ഹൈക്കോടതി നടപടിയെടുത്തത്. നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ഷാജിയെ MLA സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു. തുടർന്ന് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ കഴിഞ്ഞ നവംബറിൽ ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് KM ഷാജിയുടെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്ത് നടപടിക്ക് ഉപാധികളോടെ സ്റ്റേ അനുവദിച്ചു. എന്നാൽ പൂർണ്ണമായ സ്റ്റേ ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി മുൻ ഉത്തരവ് ആവർത്തിക്കുകയായിരുന്നു. വീണ്ടും പുതിയ വാർത്തകളുമായി കർമ്മ ന്യൂസ്.